ചൂരൽമല ഉരുൾപൊട്ടൽ പ്രമേയമാക്കി നടൻ വിനോദ് കോവൂർ പാടി അഭിനയിച്ച നോവുണങ്ങാതെ എന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഉറ്റവർ നഷ്ടമായ കുടുംബങ്ങളുടെ വേദനയും ഒറ്റപ്പെടലും തുറന്നു കാട്ടുന്നതാണ് ആൽബം. ചൂരൽമലയുടെ താഴെ ഈ കുറുപുരയുടെ കീഴേ ഓടിക്കളിച്ചൊരു ഉണ്ണി ഓർമ്മകൾ തന്നു മടങ്ങി, ഓർമ്മകൾ തന്നു മടങ്ങി. ചൂരൽമല വേർപാടിന്റെ നോവുണങ്ങാത്ത ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മനുഷ്യർ, ഒരിടത്ത് ജീവിതങ്ങളും തനിച്ചായി പോയവരുടെ നോവും വരികളിലുണ്ട്. അച്ഛനും അമ്മയും ഉണ്ണിയും പൂക്കളമൊക്കെ ഒരുക്കുമ്പോ നമ്മുടെ മണ്ണാണെന്ന് നമ്മൾ കരുതിയിരുന്നപ്പോ മലമേലെ ഊറിയ മണ്ണ് മുണ്ടക്കൈ മക്കളെ തിന്നീലേ. ഓണത്തിന് സാധാരണ ഞാനൊരു പാട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പാട്ട് മുണ്ടക്കയെ കുറിച്ചുള്ളൊരു പാട്ടായിരിക്കണം. കാരണം നമ്മളൊക്കെ ഓണം ഉണ്ണുമ്പം അവർക്ക് ഓണം ഉണ്ണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. കാരണം കഴിഞ്ഞ തവണ ഓണം ഉണ്ട പലരും അവരുടെ കൂടെ ഇല്ല. നനച്ചിരിക്കാത്തൊരു നേരത്ത് നഷ്ടപ്പെട്ടവരാണ് അവർ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു. അപ്പോൾ അതവർക്ക് വലിയ വേദന ഉണ്ടാക്കും. കുട്ടികൾ ശരിക്കും വല്ലാത്തൊരു വിഭ്രാന്തിയിലായിരുന്നു. കാരണം അപകടം നടന്ന ഒരു 7-ാം ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. കുട്ടികളൊക്കെ ക്യാമ്പിലുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അവരെ കണ്ട് ചേർത്ത് പിടിച്ചു. അവരുടെയൊക്കെ കണ്ണിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇനി എന്നാണ് സ്കൂളിൽ പോകാൻ പറ്റുന്നത് എന്നാണ് ആദ്യം അവരെന്നോട് ചോദിച്ചത്. ഒറ്റ പാഠപുസ്തകങ്ങളും കയ്യിലില്ല, എല്ലാം ഒഴുകിപ്പോയി എന്നൊക്കെയായിരുന്നു കുട്ടികളുടെ സങ്കടം. ദുരിതഭൂമിയിലെ സങ്കട കാഴ്ചകൾ, പുഞ്ചിരിമാഞ്ഞ കുഞ്ഞുമുഖങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെ അടക്കം നഷ്ടമായ മനുഷ്യർ. അന്ന് നേരിൽ കണ്ട കാഴ്ചകളൊന്നും മറക്കാനാകാത്തതാണെന്ന് വിനോദ് കോവൂർ പറഞ്ഞു വെക്കുന്നു. കാടിന്റെ മക്കള് അന്ന് ചെമ്മണ്ണിൻ ചെറിൽ പൊതിഞ്ഞ് ഞങ്ങൾ കൂട്ടിക്കുറുക്കിയതെല്ലാം മണ്ണില് വന്ന് പൊലിഞ്ഞ്, ജാതിഭേദങ്ങൾ മറന്ന് മൂവരും ഒന്നായി കഴിയുമ്പോ 3 ദൈവങ്ങളും ചേർന്ന് തന്നില്ല തീരാത്ത കണ്ണീര്. എന്താ പറയുക, ഒരു കാവിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. കാവിലൊരു വിളക്കിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ വരികൾ നോക്കി പാടുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകൾ, അവിടുത്തെ ആളുകൾ, ആദിവാസി സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു ഞാൻ ആ വരികൾ പാടി പുറത്തേക്ക് വന്നപ്പോൾ. അവരൊക്കെ വന്ന് എൻ്റെ കൈ പിടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സത്യമല്ലേ ഞാൻ പാടിയത്? അപ്പോൾ അവർ പറഞ്ഞു, സത്യമാണ് സാറേ, ഒരു ദൈവങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിലാപമായിരുന്നു. എല്ലാം നഷ്ടമായ ദുരന്തഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയാണ് പാട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നടൻ വിനോദ് കോവൂർ പാടി അഭിനയിച്ച് ഗാനം എഴുതിയത് മണി താമരയാണ്. സത്യത്തിൽ ആ ചൂരൽമല ദുരന്തത്തിൽ പെട്ടവരെന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് രാത്രി എന്താണോ സംഭവിച്ചത് അതുവരെ വിനോദേട്ടൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുത്തെ ആ മണ്ണിനുള്ളിൽ ആരൊക്കെയോ ഉണ്ട്. നമ്മളതിലിങ്ങനെ നടക്കുമ്പോൾ ആരൊക്കെയോ നമ്മളോട് ഞാനിവിടെ ഉണ്ട് കേട്ടോ, എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക്. കുരിരുളിന്റെ മറവിൽ കൊന്നു പിളർന്നങ്ങു വന്നേ ഈ കൂട്ടുകുടുംബം പൊലിഞ്ഞേ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വന്നേ ഈ കൂട്ടുകുടുംബം പിരിഞ്ഞേ.